രാവിലെ ഒരു വെറൈറ്റിക്ക് പുട്ടും സാമ്പാറാണെന്ന് പറഞ്ഞ് വായെടുത്തേ ഉള്ളൂ. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെ നിന്ന് ഒരാൾ എസ്കേപ്പ് ആയിട്ട് അമ്മയും മോനും കൂടി ഇരുന്ന് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ കുട്ടി ഇരുന്നിട്ട് അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇരുന്ന് കഴിച്ച് തീർത്തിട്ടാ. എപ്പോഴും പുട്ടും കടലക്കറി അല്ലേ, അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റിക്ക് സാമ്പാർ ഇന്നോട്ടെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ പരിപ്പ് കടഞ്ഞിട്ട് പയറിൻ്റെ ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരിപ്പ് കടയാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ആദ്യം വാരി ഇട്ടിരുന്നു. പിന്നെ ഓവർ ധാരാളി ആവരുതെന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് പെറുക്കിയെടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടി, തക്കാളി, ജീരകം, പച്ചമുളക്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ, ഇല്ലെങ്കിൽ മേലെ പൊന്തി വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉപ്പേരി വെക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ഉപ്പേരിക്കൊക്കെ താളിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ കായിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ നന്നായിട്ട് വേവണം എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്ത്. ഇല്ലെങ്കിൽ അവൻ എന്തായാലും കഴിക്കില്ല. മുളക് പറഞ്ഞിട്ട് തുപ്പി തുപ്പി കളയും. അപ്പോൾ ഇതാണെങ്കിൽ നന്നായിട്ട് ചോറിനൂടെ ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ ഏതാണ് ചോറ് ഏതാണ് ഉപ്പേരി എന്നറിയില്ല കേട്ടോ. അപ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ അറിയാത്തതുകൊണ്ട് അത് വേഗം കഴിച്ചു. ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫോണിൽ ചാർജ് നിന്നു. അതോടൊപ്പം തന്നെ കറണ്ടും പോവുകയും ചെയ്തു. എല്ലാം ഒരേ സമയത്തായിരുന്നു. എന്നിട്ട് ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അങ്ങനെ രാത്രി ദോശയും ചട്നിയും വെച്ചിട്ട് ആ ഒരു ദിവസം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു.